രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനുമെതിരെ UDFിൽ പടയൊരുക്കം. ഇരുവരും നടത്തുന്നത് ഏകപക്ഷീയ പ്രവർത്തനമെന്ന് വിമർശനം. വാഹന പരിശോധനാ വിവാദത്തിനെതിരെ ഒളിയമ്പുമായി മാത്യു കുഴൽനാടൻ MLA. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് കൊടുക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറി ഷാഫിയും രാഹുലും. രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനുമെതിരെ ഒളിയമ്പുമായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തുന്നത് സ്വാഭാവികമാണെന്നും ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സർവാത്മന അതിനോട് സഹകരിക്കുകയാണ് വേണ്ടതെന്നും മാത്യു കുഴൽനാടൻ MLA ആഞ്ഞടിച്ചത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തന്നെയായിരുന്നു. നിലമ്പൂരിൽ പ്രചരണത്തിനായി എത്തിയ തന്റെ വാഹനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു എന്നും താൻ അതിനോട് സഹകരിക്കുകയാണ് ചെയ്തതെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. യുവ നേതാക്കളായ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനുമെതിരെ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നതിനെ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയുകയില്ല. മുതിർന്ന നേതാക്കളെ അവഗണിച്ച് UDFിനുള്ളിൽ തൻപ്രമാണിത്തം കാണിക്കുകയാണ് ഷാഫിയും രാഹുലും എന്ന വികാരം UDF നേതൃനിരയിൽ വളരെയധികം ശക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ഷാഫിയും രാഹുലും അവിടുത്തെ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് തങ്ങളുടെ അപ്രമാദിത്വം മറ്റ് ഘടകകക്ഷികളിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. വടകരയിൽ ഷാഫിയുടെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത മുസ്ലിം ലീഗ് നേതാക്കൾക്കടക്കം ഈ വിധ നീക്കങ്ങളിൽ കടുത്ത അസംതൃപ്തിയാണ് ഉണ്ടായിരുന്നത്. അധികം വൈകാതെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലും നേതൃനിലപാടുകളെ തള്ളിക്കൊണ്ടാണ് രാഹുലും ഷാഫിയും ഏകാധിപത്യ വാഴ്ച നടത്തുന്നതെന്ന ആരോപണവും UDFിനുള്ളിൽ ശക്തമായി ഉയർന്നിരുന്നു. അന്ന് KPCC അധ്യക്ഷനായിരുന്ന K സുധാകരന്റെ പല നിർദ്ദേശങ്ങൾ പോലും പരസ്യമായി തള്ളിക്കളയുന്ന സ്ഥിതി വരെ ഇരു നേതാക്കളും നടത്തി എന്ന വിധത്തിലും ആരോപണങ്ങൾ അന്ന് ശക്തമായി ഉയർന്നിരുന്നു. നിലവിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളെ അട്ടിമറിച്ച് അന്ന് KPCC അധ്യക്ഷനായിരുന്ന K സുധാകരനെ പ്രതിരോധത്തിൽപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ നീക്കങ്ങൾക്ക് അന്ന് എല്ലാവിധ പിന്തുണകളും നൽകി വന്നിരുന്നത് ഈ യുവ നേതാക്കൾ തന്നെയാണ്. സതീശൻ നൽകിയ ഈ പിന്തുണയുടെ ബലത്തിലാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിനുള്ളിൽ ഏകപക്ഷീയ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ ഉയർത്തുന്ന ആരോപണം. അഭിമാന പോരാട്ടമായ നിലമ്പൂരിലും പതിവ് പോലെ രാഹുലും ഷാഫിയും ഏകപക്ഷീയ നീക്കങ്ങൾ ആരംഭിച്ചുവെന്നും കൂടിയാലോചനയില്ലാതെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുമുള്ള വിധത്തിലാണ് UDFിനുള്ളിൽ അസംതൃപ്തികൾ പുകയുന്നത്. PV അൻവറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ UDF നേതൃത്വം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തതിന് ശേഷവും അൻവറിന്റെ വീട്ടിൽ രാത്രി സമയത്ത് രഹസ്യ സന്ദർശനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് വലിയ വിവാദമായി മാറി. ഇടതുമുന്നണി ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. തന്നോട് കൂടിയാലോചനകൾ നടത്താതെ അൻവറെ രഹസ്യമായി കണ്ടതിൽ VD സതീശനും കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. വടകര തെരഞ്ഞെടുപ്പ് തൊട്ടേ ഷാഫി പറമ്പിലിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ പോലും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ കടുത്ത അസംതൃപ്തിയിലാണ്. പാലക്കാട്ടെ പെട്ടി വിവാദം പോലെ വാഹന പരിശോധനയെ ആളിക്കത്തിച്ച് നേട്ടം കൊയ്യാൻ ഇരു നേതാക്കളും നടത്തിയ നീക്കങ്ങൾ എട്ടുനിലയിൽ പൊട്ടിയ സ്ഥിതിയാണുള്ളത്. വാഹന പരിശോധന സംബന്ധിച്ച് ഇവർ നൽകുന്ന വിശദീകരണങ്ങൾ UDF പ്രവർത്തകർ പോലും മുഖവിലയ്ക്ക് എടുക്കുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലമ്പൂരിൽ UDF നേതാക്കളുടെ വാഹനം മാത്രമാണ് പരിശോധിക്കുന്നതെന്ന വിധത്തിലാണ് ഷാഫിയും രാഹുലും രൂക്ഷഭാഷയിൽ പ്രതികരിച്ചത്. മാത്രമല്ല കാണിച്ചു തരാമെന്ന മട്ടിൽ ഉദ്യോഗസ്ഥരെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതേസമയം UDFിന്റെയും LDFിന്റെയും BJPയുടെയും എല്ലാം നേതാക്കൾ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ പരിശോധിച്ചതിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടത് UDFിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. തന്റെ കാറും നിലമ്പൂരിന്റെ അതിർത്തിയിൽ വെച്ച് പരിശോധിച്ചതായും അത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നും പ്രതികരിച്ചുകൊണ്ട് BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടിയും ഇതിനിടെ രംഗത്ത് വന്നു. രാഹുലും ഷാഫിയും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി വല്ല കോമഡി സീരിയലിലും അഭിനയിക്കാൻ പോകുന്നതാണ് നല്ലതെന്ന് അബ്ദുള്ളക്കുട്ടി പരിഹസിക്കുകയും ചെയ്തു. നിരന്തരം അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഷാഫിക്കും രാഹുലിനുമെതിരെ കടുത്ത എതിർപ്പാണ് UDF ഘടകകക്ഷികൾക്കുള്ളത്. മുസ്ലിം ലീഗ് തങ്ങളുടെ എതിർപ്പ് മുതിർന്ന നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു. തന്റെ ശിഷ്യരായ ഇരുവരെയും പിന്താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് VD സതീശൻ എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. UDF നേതൃത്വത്തിലെ പ്രതിഷേധം തിരിച്ചറിഞ്ഞാണ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകാനുള്ള നീക്കത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പിന്മാറിയത്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA ഒളിയമ്പുമായി രംഗത്തെത്തിയത് തന്നെ UDFിനുള്ളിൽ ഇരുമ്പുന്ന പ്രതിഷേധത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്.